നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ലിസ്റ്റ് നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളുടെ സ്ട്രെസ് കൂട്ടുകയാണോ ചെയ്യുന്നത്? ഉണ്ട് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ വീഡിയോയിൽ ലക്ഷ്യനിർണയത്തിൻ്റെ മനഃശാസ്ത്രവും അതിനെക്കുറിച്ചുള്ള അറിവും നമ്മുടെ ടു ഡു ലിസ്റ്റ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ എങ്ങനെ സഹായിക്കും എന്ന് സംസാരിക്കാം. ടു ഡു ലിസ്റ്റിനെ സ്ട്രെസ് തരുന്ന ഒരു ലിസ്റ്റ് അല്ലാതെ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഉപകരണമായി എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു വ്യക്തിക്ക് പ്രചോദനമായി മാറാൻ സാധ്യതയുണ്ട്. എന്താണ് ലിസ്റ്റുകളുടെ പ്രാധാന്യം? ടു ഡു ലിസ്റ്റ് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അവ പ്രചോദനം നൽകുന്നതും മാനസിക ശക്തി വർദ്ധിപ്പിക്കുന്നതുമായ ഉപകരണങ്ങളാക്കി മാറ്റാം. നമ്മുടെ ടു ഡു ലിസ്റ്റിലെ ഓരോ ടാസ്കും നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നമുക്ക് സന്തോഷം തരുന്ന ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ലിസ്റ്റുകൾ നമുക്ക് ഇഷ്ടമുള്ളത്. പക്ഷേ ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവ നമുക്ക് സ്ട്രെസ് തരുന്ന ഉപകരണങ്ങളുമായി മാറുന്നു. ഇനി നമുക്ക് ടു ഡു ലിസ്റ്റിൻ്റെ 4 ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. 1. ടു ഡു ലിസ്റ്റുകൾ തലച്ചോറിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും. നമ്മുടെ തലച്ചോറിന് ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾക്ക് പരിമിതിയുണ്ട്. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് മാനസികമായ ഭാരമുണ്ടാകും. ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് തലച്ചോറിൻ്റെ ഭാരം കുറയ്ക്കുകയും ശ്രദ്ധയ്ക്കും സൃഷ്ടിപരതയ്ക്കും കൂടുതൽ സമയം കൊടുക്കാൻ നമ്മുടെ തലച്ചോറിനെ സഹായിക്കും. 2. ലിസ്റ്റുകൾ നമ്മളുടെ ചിന്തകൾക്ക് ഘടനയും തീരുമാനഭാരം കുറയ്ക്കുകയും ചെയ്യും. ഒരു ഘടനയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഓർഡറും വ്യക്തതയും നൽകും. അതിനാൽ മനസ്സിലെ ഘടനയില്ലാത്ത ചിന്തകളെ വ്യക്തമായ ഓർഡറിലേക്ക് മാറ്റുന്നതിന് ടു ഡു ലിസ്റ്റുകൾ സഹായിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് ഒരേ സമയത്ത് തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് തീരുമാനഭാരം അനുഭവപ്പെടും. എന്നാൽ നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഏത് പ്രവൃത്തിയാണ് ആദ്യമേ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിൽ നിന്ന് എപ്പോഴും ആ തീരുമാനം എടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തീരുമാനഭാരവും കുറയും. 3. ലിസ്റ്റുകൾ പുരോഗതി അളക്കാനും മാനസിക നിയന്ത്രണം അനുഭവിക്കുവാനും നമ്മളെ സഹായിക്കും. ലിസ്റ്റുകൾ പൂർണ്ണമല്ലാത്തതോ ക്ലിയർ അല്ലാത്തതുമായ ഉദ്ദേശങ്ങളെയോ പ്രവൃത്തികളെയോ അളക്കുന്നതിനും അത് പ്രായോഗികമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാക്കി മാറ്റുന്നതിനും സഹായിക്കും. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന തോന്നൽ മാനസികമായ വെല്ലുവിളികൾ തരുന്നു. അവ ചെയ്യാൻ പറ്റുന്നതും ഓർഡറിലുള്ളതുമായ ചെറിയ ലിസ്റ്റായി മാറുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കാനായിട്ട് പറ്റും എന്ന ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്നു. ഇത് നമ്മളുടെ പുരോഗതി അളക്കുന്നതിനും നല്ല മാനസിക നിയന്ത്രണത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്തു തീർക്കാനും നമ്മളെ സഹായിക്കും. 4. ലിസ്റ്റുകൾ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെ ശക്തിപ്പെടുത്തും. ഒരു ദിവസം എന്തുമാത്രം ജോലി ചെയ്യണം, അല്ലെങ്കിൽ എത്ര ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, അത് എപ്പോഴാണ് ആരംഭിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് അത് ചെയ്ത് തീർക്കേണ്ടത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റികൾക്കനുസരിച്ച് ഈ ഓർഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും തീരുമാനം എടുക്കുന്നതിന് പകരം ഒരു സിംഗിൾ ലിസ്റ്റിലൂടെ ഈ തീരുമാനങ്ങൾ നമുക്ക് വേഗത്തിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും.
ടു ഡു ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നതിനായി നമ്മളെ സഹായിക്കുന്ന പല ആപ്ലിക്കേഷൻസും ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു ടെക് സാവിയായ വ്യക്തിയാണെങ്കിൽ ഒത്തിരി ഡിജിറ്റൽ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. പേപ്പറും പെൻസിലും കൊണ്ട് എഴുതുന്ന ലിസ്റ്റും അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ പേന കൊണ്ട് രേഖപ്പെടുന്ന ടു ഡു ലിസ്റ്റ് ഇന്ന് വളരെ പോപ്പുലറാണ്. ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതും ആൾക്കാരെ സഹായിക്കുന്നതും ഇച്ചിരി പ്രായമായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമുള്ള ഒരു ടൂളാണ്. ടുഡൂയിസ്റ്റ്, ട്രേലോ, നോഷൻ എന്നിവ വളരെ പ്രശസ്തമായ ചില ഡിജിറ്റൽ ടൂളുകളാണ്. ഇവ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വളരെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഇനി ടു ഡു ലിസ്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനോ ഇഫക്റ്റീവ് ആക്കുന്നതിനോ സഹായിക്കുന്ന 4 മനഃശാസ്ത്ര തത്വങ്ങളെ പറ്റി ചിന്തിക്കാം. 1. എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ടു ഡു ലിസ്റ്റ് മാനേജ്മെന്റിൽ എന്തിന് എന്ന് അറിയുക അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് ഉദ്ദേശം, പ്രവൃത്തി ചെയ്യുന്നതിനുള്ള വ്യക്തത എന്നിവ നൽകും. നമ്മൾ എന്തിന് ഒരു കാര്യം ചെയ്യണം എന്നത് കാര്യങ്ങളുടെ മുൻഗണനാക്രമവും എത്ര കൃത്യതയോടെ ആ കാര്യം ചെയ്തു തീർക്കണം എന്ന തീരുമാനവും എടുക്കാൻ നമ്മളെ സഹായിക്കും. എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മളെ പ്രതിസന്ധികളെ നേരിടുന്നതിന് ഒത്തിരി സഹായിക്കും. നമുക്ക് വളരെ പ്രിയപ്പെട്ടതായ ഒരു കാര്യം എന്ത് പ്രതിസന്ധികളെ അതിജീവിച്ചും നേടിയെടുക്കാൻ നമുക്കൊരു പ്രത്യേക ഉത്സാഹം ലഭിക്കും. നിങ്ങളുടെ പ്രാധാന്യം, മുൻഗണനാക്രമം തീരുമാനിക്കുന്നതിനും എപ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കണമെന്നും തീരുമാനിക്കാൻ നമ്മെ സഹായിക്കും. 2. പ്രവൃത്തിയുടെ ഉദ്ദേശ്യവും അതിൻ്റെ പ്രചോദനവും. എന്തിന് ഒരു കാര്യം ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നതിന് പ്രതിദിന പ്രവർത്തനങ്ങളെ വ്യക്തിപരമായോ പ്രൊഫഷണൽ തലത്തിലുള്ള ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ആ പ്രവൃത്തി ഉന്മേഷത്തോടെ ചെയ്തു തീർക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കും. ഇത് ലക്ഷ്യമില്ലാത്ത പ്രവർത്തനങ്ങളെ തടയുകയും ജീവിത ലക്ഷ്യങ്ങളെ നേടുന്നതിനുള്ള പ്രവൃത്തികൾക്ക് കൂടുതൽ പ്രചോദനം കൂട്ടുന്നതിനും നമ്മുടെ ഉന്മേഷം നിലനിർത്തുന്നതിനും നമ്മളെ സഹായിക്കും. പ്രവൃത്തികളുടെ ഉദ്ദേശം തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന ദിശാസൂചകങ്ങളായി പ്രവർത്തിക്കുന്നു. 3. തീരുമാനങ്ങളുടെ വ്യക്തതയും പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ശ്രദ്ധയും. തീരുമാനങ്ങളിലെ വ്യക്തത ടു ഡു ലിസ്റ്റിൽ എന്ത് ചേർക്കണം, എന്തിന് മുൻഗണന കൊടുക്കണം എന്നു സംബന്ധിച്ച് തീരുമാനമെടുക്കൽ എളുപ്പമാക്കുന്നു. ഈ വ്യക്തത മനസ്സിലെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള അധിക ഭാരം കുറയ്ക്കുന്നു. പകരം ഫലപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇത് ഫലപ്രദമല്ലാത്ത ഒത്തിരി ജോലി ചെയ്യുന്നതിനേക്കാൾ ഉദ്ദേശ്യബോധ്യമുള്ള നല്ല ചില പ്രവർത്തനങ്ങളെ ചെയ്തു തീർക്കുന്നതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. 4. സഹനശക്തിയും തൃപ്തിയും. കാര്യങ്ങളുടെ പിന്നിലെ ഉദ്ദേശം അറിയുന്നത് കഠിന സമയങ്ങളിൽ പ്രതിബദ്ധത നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് സഹനശക്തി വർദ്ധിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ പ്രവൃത്തികൾ വിപുലവും അർത്ഥപൂർണവുമായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ ആണ് തൃപ്തി ഉണ്ടാകുന്നത്. സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തി നമ്മളുടെ ടാസ്ക് മാനേജ്മെന്റിനെ ലഘൂകരിക്കുകയും സമ്പൂർണമാക്കുകയും ചെയ്യും. ഓർക്കുക, നമ്മുടെ ടു ഡു ലിസ്റ്റ് ഒരു ഭാരമല്ല. ശരിയായ മനോഭാവം, നല്ല ടൂൾസ്, വ്യക്തമായ ഉദ്ദേശം എന്നിവയോടെ തയ്യാറാക്കുന്ന ടു ഡു ലിസ്റ്റ് ജീവിത വിജയത്തിൻ്റെ റോഡ് മാപ്പ് ആകും. അടുത്ത തവണ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് ഒരു ഭാരമായി തോന്നുമ്പോൾ ഓർക്കുക, ഇത് വെറുതെ കുറിച്ചു വെച്ച കുറേ പ്രവൃത്തികൾ അല്ല, മറിച്ച് ജീവിത വിജയത്തെ സഹായിക്കുന്ന വ്യക്തതയോടും മുൻഗണനാക്രമത്തിലും ജീവിത ലക്ഷ്യം നേടുന്നതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യക്ഷമതയും ഉത്സാഹവും വർദ്ധിപ്പിച്ചിരിക്കും. ജീവിത ലക്ഷ്യങ്ങളെ മുൻനിർത്തി ദിവസേനയുള്ള ടു ഡു ലിസ്റ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മടിക്കണ്ട. ഇമെയിൽ വഴിയോ വാട്സാപ്പ് വഴിയോ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും വാട്സപ്പ് നമ്പറും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്.